ന്യൂയോർക്ക് മേയറായി സൊഹ്റാൻ മാംദാനി വിജയിക്കുമോ? വിജയിക്കാതിരിക്കാനൊരു കാര്യവും കാണുന്നില്ല. കാരണം നമ്മൾ ഈ കറിയിലെ ചേരുവയൊക്കെ പോലെ റെസിപ്പി എല്ലാ എല്ലാ കാര്യങ്ങളും അനുകൂലമാണ് അദ്ദേഹത്തിന്. ഒന്നാമതായിട്ടുള്ള കാര്യം, പിന്നെ ഈ നഗരത്തിലെ പാവപ്പെട്ടവർ അവരെല്ലാം മാംദാനിയുടെ കൂടെയാണ്. ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്ന നഗരമായ ന്യൂയോർക്കിൽ പട്ടിണിപ്പാവങ്ങളും അതുപോലെ തന്നെ പിന്നെ ശതകോടീശ്വരന്മാരും അടുത്തടുത്ത് താമസിക്കുന്നു. തീർച്ചയായിട്ടും ഈ പാവപ്പെട്ട ആളുകൾക്ക് ഇവരുടെ ജീവിതവും തങ്ങളുടെ ജീവിതവും കമ്പയർ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഇത് കാണുന്നത്. ആ ഒരു വിരോധം തീർക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് എനിക്ക് ഇത് തോന്നുന്നത്. രണ്ടാമത്, 1 മില്യണിലേറെ മുസ്ലിങ്ങളുണ്ട് സിറ്റിയിൽ. അവരിൽ നല്ലൊരു പങ്ക്, പിന്നെ ഒരു 5-6 ലക്ഷം വോട്ടർമാരുണ്ടാവും. പിന്നെ ഈ റെൻറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ഏതാണ്ട് 1.2 മില്യൺ ആളുകളുണ്ട്. അപ്പോൾ ഈ കൺട്രോൾഡ് റെൻറ്റ് പിന്നെ കൂട്ടില്ല എന്നാണ് മാംദാനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കാരണം അദ്ദേഹവും റെൻറ്റ് കൺട്രോൾഡ് അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടിയില്ല. ഞാനൊക്കെ സിറ്റിയിൽ താമസിക്കുമ്പോൾ അതൊരു വലിയ കഷ്ടമായിപ്പോയി. അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്തായാലും. കാരണം അത് വലിയ ഗംഭീരം അപ്പാർട്ട്മെൻറ്റുകൾക്കും ഒക്കെ 200-300 പിന്നെ ഡോളറൊക്കെ മതി ഒരു മാസത്തെ വാടക. 300-400 അങ്ങനെ ചെറിയ വാടക. അതിൽ സുഖമായിട്ട് താമസിക്കുക എത്ര കാലം വേണേലും. അപ്പോൾ എന്തായാലും പിന്നെ അങ്ങനെയുള്ള പിന്തുണകൾ, പിന്നെ ഈ ചെറുപ്പക്കാരുടെ പിന്തുണ, ആവേശഭരിതരായിട്ട് അവരെല്ലാം കാരണം എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരാണ് മാംദാനി. ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ വെല്ലുവിളിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചെറുപ്പക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതാണല്ലോ. ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ തകർക്കുന്നതിന് വേണ്ടി പിന്നെ രംഗത്തിറങ്ങിയ ഒരാൾ. പക്ഷേ ഇതിനിടയിൽ മാംദാനിക്ക് എതിരെ പിന്നെ നഗരത്തിൻ്റെ ബില്യണർമാരെല്ലാം കാശ് ഇറക്കുന്നുണ്ട് ഇഷ്ടംപോലെ. പിന്നെ മില്യൺസ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ചിലവാക്കാനായിട്ട്. ഈ മില്യൺസ് കൊടുത്താൽ വോട്ട് വാങ്ങാൻ പറ്റുമോ? പിന്നെ ഈ ടി വിയിലൊക്കെ പരസ്യം കാണിച്ചാൽ വോട്ട് കിട്ടുമോ? എന്തായാലും മുഖ്യ എതിരാളിയായ പിന്നെ മുൻ ഗവർണർ ആൻഡ്രൂ കോമോ, അപ്പോൾ അദ്ദേഹം കാരണമാണ് പിന്നെ ഇപ്പോഴത്തെ മേയർ എറിക് ആഡംസ് പിന്നെ മത്സരരംഗം വിട്ടത്. കാരണം പിന്നെ ആൻഡ്രൂ കോമോ ആണ് മുന്നത്ത് നിൽക്കുന്നത്. ആൻഡ്രൂ കോമോയെ സ്നേഹിക്കെന്നും കറമ്പര് രംഗത്ത് വരാനായിട്ട് വളർന്നു വരാനായിട്ട് സമ്മതിക്കാത്ത ഒരു സ്നേഹിക്ക് ആണ് ഈ ആൻഡ്രൂ കോമോ എന്നൊക്കെ അദ്ദേഹം ആക്ഷേപിച്ചുവെങ്കിലും ഇപ്പോൾ എറിക് ആഡംസ് ആൻഡ്രൂ കോമോയെ പിന്നെ പിന്തുണച്ചിരിക്കുന്നു, എൻഡോഴ്സ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം വിജയിക്കണമെന്നാണ്. അപ്പം അദ്ദേഹവും മാംദാനിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. പിന്നെയുള്ളത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കർട്ടിസ് ലിവ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. ഈ കക്ഷിക്ക് 10-17% വരെ വോട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങേർക്കൂടെ വോട്ട് പോയി കഴിഞ്ഞാൽ തോക്കാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നാണ് പിന്നെ കോമോയും പറയുന്നത്. അപ്പോൾ ഇങ്ങേര് മാറണം. ഇങ്ങേര് മാറാൻ ബില്യണർമാരൊക്കെ പറഞ്ഞിട്ടും ഇങ്ങേര് മാറുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു 3 വേ മത്സരമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നത്. ഇനിയിപ്പോൾ അത് മാറാനായിട്ട് ദിവസങ്ങളേ ഉള്ളൂ. വോട്ടെടുപ്പ് പിന്നെ 25-ാം തീയതി 1-2 ദിവസത്തിനകം വോട്ടെടുപ്പ് തുടങ്ങും. പിന്നെ നമുക്ക് അവിടെ പോയി വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെയിലിൻ ബാലറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നവംബർ 4-നാണ് വോട്ടെണ്ണൽ. അപ്പോൾ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ഇനിയിപ്പം വലിയ മാറ്റം മറിച്ചിലുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ സാഹചര്യത്തിൽ മാംദാനി ജയിക്കാതിരിക്കാൻ ഒരു കാരണവും കാണുന്നില്ല. ഈ ബില്യണർമാരും ആൻഡ്രൂ കോമോയും ഒക്കെ എത്ര ഒത്തുപിടിച്ചാലും ജനങ്ങളുടെ അഭിലാഷം ഇതാണ്, പിന്നെ മാംദാനി ജയിക്കണമെന്നുള്ളതാണ്. കാരണം അതിനുള്ള എല്ലാ ചേരുവകളും കൃത്യമായിട്ട് ചേർന്നിട്ടുണ്ടെന്നുള്ളതാണ് മാംദാനിയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് പറയാവുന്നത്. അപ്പോൾ അതിനിടയിലാണ് മാംദാനി ജയിക്കുന്ന അപകടകരമാണെന്നും പറഞ്ഞ് ഏതാണ്ട് 800ഓളം ജൂവിഷ് റബ്ബായിമാർ കത്തെഴുതിയിരിക്കുന്നു. ഇങ്ങനെ ഇദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകും, ഇസ്രായേലിനെ അംഗീകരിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഹമാസിനെ അംഗീകരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി, പിന്നെ നെതന്യാഹു ഇവിടെ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹം മേയറായി കഴിഞ്ഞാൽ അത് ന്യൂയോർക്ക് പോലെ സുപ്രധാനമായ ഒരു നഗരത്തിൽ മേയറായി കഴിഞ്ഞാൽ അത് പിന്നെ വലിയ ദോഷമാണ് ചെയ്യാൻ പോകുക എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അത് പിന്നെ ഈ യഹൂദരുടെ ജനസംഖ്യയൊന്നും അത് സിറ്റിയിൽ എത്രയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. മുൻകാലങ്ങളിലത് ഏറ്റവും അധികം ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം യഹൂദരുണ്ടായിരുന്നത് യഹൂദർ താമസിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നല്ലൊരു പങ്ക് മറ്റ് സബർബുകളിലേക്കൊക്കെ പിന്നെ മാറിപ്പോവുകയുണ്ടായി ഒട്ടേറെ പേര്. കാരണം സബർബുകളിൽ ജീവിത സൗകര്യം കൂടുതൽ, പിന്നെ താമസം ചിലവുകൾ കുറവ്, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ റിമോട്ട് വർക്കിംഗ് വന്നതോടുകൂടി സിറ്റിയിൽ തന്നെ കഴിയേണ്ട കാര്യവുമില്ലാതായി. അപ്പോൾ അവരുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത്. എത്ര കണ്ട് അതിനെപ്പറ്റി കൃത്യമായൊരു കണക്കില്ല. പിന്നെ മാംദാനിക്കെതിരെ ഏറ്റവും ഹൃദയവേദനയോട് നിൽക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഈ RSS ഹിന്ദുത്വ ആശയത്തോട് താല്പര്യമുള്ളവരാണ്. കാരണം മാംദാനി കട്ടായമായിട്ട് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശക്തമായിട്ട് വാർ ക്രിമിനൽ എന്നൊക്കെ ശക്തമായിട്ട് ആക്ഷേപിക്കുകയുണ്ടായി ഗുജറാത്ത് കലാപത്തിൻ്റെയൊക്കെ പേരിൽ.
അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഹിന്ദുത്വ ഐഡിയോളജിയൊക്കെ അതിശക്തമായിട്ട് വിമർശിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വരുമ്പം മാംദാനി ജയിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ തീർച്ചയായിട്ടും ഈ തീവ്ര മുസ്ലിം അനുഭാവികളൊക്കെ കാണുമല്ലോ ആ കൂട്ടത്തിൽ. അവരൊക്കെ ഓരോ സ്ഥാനങ്ങളിൽ കാര്യപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ പിന്നെ ഇരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ ദോഷമായിട്ട് തീരുമെന്ന് ഈ യഹൂദ സംഘടനകൾക്കും ഹൈന്ദവ സംഘടനകൾക്കും പിന്നെ തോന്നുന്നു. പിന്നെ ക്രൈസ്തവ സംഘടനകൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് അതിനെപ്പറ്റി പിന്നെ പ്രതികരണമൊന്നുമില്ല. എന്തായാലും ഈ രണ്ട് വിഭാഗം മാംദാനിക്കെതിരെ ശക്തമായിട്ടുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് ഭരിക്കുമെന്നാണ് പിന്നെ കാണേണ്ടിയിരിക്കുന്നത്. ഭരിക്കാതിരിക്കാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കൂടുതൽ കാണുന്നത്. കാരണം മാംദാനി തോക്കാനുള്ള സാധ്യതകളെ കാണുന്നില്ല. പിന്നെ ഈ ഇലക്ഷനിൽ കാറ്റെങ്ങാനും ഏത് രീതിയിലാണ് വീശുന്നത്, പിന്നെ വലിയ മാറ്റങ്ങൾ വരുമോ എന്ന് നമുക്കൊട്ട് അറിയാനും പാടില്ല. എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെ.